കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ ഭർത്താവ് ഒരുപാട് മാറിയത് കൊണ്ടാ എല്ലാവരുടെയും കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ തയ്യാറായത്. അവര് ഞങ്ങൾക്ക് മാപ്പ് തരില്ലെന്ന് പറഞ്ഞത് കൊണ്ടാ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരുമിച്ച് ചാകാന്ന് വിചാരിച്ചത്. ചേച്ചി, നമ്മള് കൂടപ്പിറപ്പുകളല്ലേ? ചേച്ചിയെങ്കിലും ഞങ്ങളെ കുറച്ചൊന്ന് മനസ്സിലാക്കി. അദ്ദേഹം തനിച്ച് മരിച്ചെങ്ങാനും പോയാ വിധവയായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല ചേച്ചി. അതുകൊണ്ടാ ഞാനും എന്റെ ഭർത്താവിന്റെ കൂടെ ഒരുമിച്ച് മരിക്കാന്ന് തീരുമാനിച്ചത്. ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് വന്നതുകൊണ്ടാ. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതത്തില് ഒരു തെറ്റും ചെയ്യില്ല ചേച്ചി. ചേച്ചിയെങ്കിലും ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കുക ചേച്ചി. അർജുനും ഭവാനിക്കും കല്യാണ തീയതി കുറിച്ചോന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തുമാത്രം സന്തോഷമായെന്ന് അറിയോ ചേച്ചി? നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലല്ലേ ചേച്ചി അവർക്ക് രണ്ടുപേർക്കും ഒരു നല്ല ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റൂ. ഞങ്ങളോട് ക്ഷമിച്ചെന്ന് പറ ചേച്ചി. ചേച്ചി, എന്റെ പൊന്ന് ചേച്ചി, ഞങ്ങളോട് ക്ഷമിക്ക് പ്ലീസ്. ചേച്ചി, ഞങ്ങളോട് ക്ഷമിക്ക് ചേച്ചി. ഞങ്ങളോട് ക്ഷമിച്ചെന്ന് പറയേ. കൂടപ്പിറപ്പുകളോട് ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരോട് ക്ഷമിക്കാനാ നിങ്ങൾ? വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ എന്റെ സഹോദരി ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എഴുന്നേൽക്ക് ജലജെ. ഇവര് വിഷജന്തുക്കളെക്കാളും മോശപ്പെട്ടവരാണ്. വലിയവരെന്നോ ചെറിയവരെന്നോ ആണെന്നോ പെണ്ണെന്നോ അപ്പച്ചിയെന്നോ ഏട്ടത്തിയെന്നോ ഏട്ടത്തിയുടെ മകനെന്നോ അങ്ങനെ ഒരു സ്നേഹവും ഇവർക്കില്ല. ഇവരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇവരെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റിയ ആപത്തിനെ വില കൊടുത്ത് വാങ്ങുന്നത് പോലെ ഇരിക്കും. ആരും ഇവരെ ഓർത്ത് ദുഃഖിക്കണ്ട. അതെ അമ്മ, ഇവര് ചെയ്ത തെറ്റ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടും ഇവര് മാറിയെന്ന് നമ്മൾ ചിന്തിച്ച നമ്മൾ സ്വയം മണ്ടരാവുന്ന പോലെയാവും. ഇവര് ചെയ്ത തെറ്റൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് എല്ലാവരും ബോധ്യപ്പെട്ടിട്ടും അത് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് വീണ്ടും തെറ്റിയാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്ന പോലെ ആവും. മോനെ അർജുൻ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് തന്നെ നിൽക്കണം. അതുമാത്രമല്ല, വാ തുറന്നൊന്നും പറയാൻ വയ്യാത്ത അവസ്ഥയല്ല ഞങ്ങള്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാ ഞങ്ങളിപ്പോ. നിന്റെ ഈ മുതലക്കണ്ണീര് കണ്ട് നിന്നെ വിശ്വസിക്കാൻ ഞാൻ ഇനി തയ്യാറല്ല. അമ്മേ, ഞാൻ നിന്റെ അമ്മയല്ല. മിണ്ടാതെ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? ശകുന്തളെ, ഇവർക്ക് വേണ്ടി നീ വേദനിച്ച് ഇവരോട് യാതൊരു കരുണയും കാണിക്കേണ്ട ആവശ്യമില്ല. ഇവര് ചെയ്ത തെറ്റുകൾക്കൊന്നും ഇവരോട് സഹതാപം കാണിക്കാൻ ആരും തയ്യാറല്ല. സഹായിക്കുന്ന കൈ തന്നെ വെട്ടുന്ന ജാതികളാ. ഇവരെങ്ങനെയുള്ളവരാണെന്ന് എല്ലാരെക്കാളും നന്നായിട്ട് എനിക്കാണ് അറിയാവുന്നത്. കൊലപാതകി ആയാൽ പോലും
പശ്ചാത്തപിക്കാൻ ഒരു അവസരം കൊടുക്കണം അമ്മേ. അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ ഇവര് ചെയ്തത്. സാധാരണയായി മനുഷ്യര് ഒരു തെറ്റോ അല്ലെങ്കിൽ 2 തെറ്റോ ഒക്കെ ചെയ്തെന്നിരിക്കും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കില്ല അമ്മേ. എന്റെ കൂടപ്പിറപ്പിനോട് ഞാനും സ്വന്തം മകളോട് അമ്മയും ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ പുറത്തുള്ള ആരും അവരോട് ക്ഷമിക്കില്ല. അല്ലമ്മേ, എല്ലാം അറിഞ്ഞു വെച്ചിട്ടും അമ്മ എങ്ങനെ? അർജുൻ, എനിക്കെല്ലാം അറിയാം. അവരെ പോലെ നമ്മളും ചെയ്യാൻ തുടങ്ങിയ പിന്നെ അവർക്കും നമുക്കും തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാതായി പോകും. ആദ്യം മോനെ, നീ എന്തൊക്കെ പറഞ്ഞാലും അവര് നിന്റെ അപ്പച്ചല്ലേ മോനെ. അവരുടെ ഭർത്താവ് ഈ വീട്ടിന്റെ മരുമകൻ. പെട്ടെന്ന് അവരെങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ അവരെങ്ങനെ ജീവിക്കും, എവിടെ പോയി താമസിക്കും മോനെ? ആലോചിച്ച് നോക്കും മോനെ. ആ അറിവ് ഇവർക്കാണ് ഉണ്ടാവേണ്ടത്. അതുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആ അറിവ് അവർക്കില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കേണപേക്ഷിച്ച് അവർ വന്ന് നിൽക്കുന്നത്. അത് മോൻ മനസ്സിലാക്കണം മോനെ. ഇപ്പൊ മോന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനൊക്കെ തീർപ്പ് കൽപ്പിക്കേണ്ടത് മോൻ തന്നെയാണ്. തെറ്റ് ചെയ്യുന്നവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ പിന്നെ ഈ നാട്ടിൽ മനുഷ്യരെ ഉണ്ടാവില്ല മോനെ. മോൻ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ എന്റെ അനിയന്റെ പേര് കാത്തു സൂക്ഷിക്കേണ്ടത് നീയാണ് ആദിത്യ. കഴിഞ്ഞതൊക്കെ മറന്ന് അവരോട് ക്ഷമിച്ചെന്നൊരു വാക്ക് പറയും മോനെ. ഈ ഒരു തവണത്തേക്ക് നിങ്ങളോട് ഞാൻ ക്ഷമിക്കാം. ഇനി ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാ എന്നെ അമ്മാവനാണോ അപ്പച്ചിയാണോ എന്ന് ഞാൻ നോക്കില്ല. ഈ വീട്ടിൽ നിന്നല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്താക്കാം. അകത്ത് പോ. കേട്ടില്ലേ? എന്റെ ചേട്ടന്റെ മോൻ കുടുംബത്തിന്റെ പേര് കാത്തു സൂക്ഷിച്ചു. അവൻ നമ്മളോട് ക്ഷമിച്ചെന്ന്. വാ, ഇങ്ങോട്ട് വാ. വാടാ വാടാ വാ. ഇനി ഒരിക്കൽ കൂടി നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല മരുമ. അത് പിന്നെ ഇനി തെറ്റൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ജീവിച്ചോളാന്ന് പറഞ്ഞു വരികയായിരുന്നു ഞാൻ. എന്നോട് ക്ഷമിക്കണം മരുമ. അതിന്റെ ആവശ്യമില്ല. വന്നേ, വാടാ. അപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. വാ പോവാം. ഞങ്ങൾ ശരി ശരി മോനെ. പോയില്ല. ആ വീരഭദ്രന്റെ ശല്യം ഒഴിഞ്ഞെന്ന് കരുതിയിരിക്കായിരുന്നു. ഇത്തിൽ കണ്ണി പോലെ വീണ്ടും കയറി വന്നിരിക്കുക. അവൻ വന്ന സ്ഥിതിക്ക് അർജുന്റെ ഭവാനിയുടെ കല്യാണം മുടക്കാൻ എന്തെങ്കിലും ചെയ്യും, അത് ഉറപ്പാ. അവനിപ്പൊ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാൻ പറ്റൂല. നീ ഇപ്പൊ എന്നെ കുറിച്ച് എന്തൊക്കെയാണോ വിചാരിക്കുന്നത് അത് തന്നെ നടക്കും. വിചാരിച്ചത് നടക്കണമെങ്കിൽ കുറച്ച് ഭാഗ്യം കൂടിയൊക്കെ വേണം. ആഗ്രഹിച്ചതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന്റെ അനുഗ്രഹം കൂടി വേണം. പക്ഷെ എനിക്ക് ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഈ ഭാഗ്യവും അനുഗ്രഹവും ഒന്നും വേണ്ട. ഒരു ചെറിയൊരു തീപ്പട്ടിയോ ഒരു കൊച്ചു പിച്ചാത്തിയോ ഒരു ചെറിയ കയറിന്റെ കഷ്ണവും മതിയാവും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ചെറിയൊരു മണ്ണറപ്പാട്ടയും കയ്യിലെടുത്തിട്ട് ഈസി ആയിട്ട് ഞാൻ ഈ വീടിനകത്ത് കയറി.
എന്നെ ഒരുപാട് അപമാനിച്ച് കളിയാക്കി ഈ വീടിന്ന് അടിച്ചിറക്കി വിട്ടതാ. എന്തൊക്കെ അപമാനം സഹിക്കേണ്ടി വന്നിട്ടും ഒരു നാണക്കേടോ മാനക്കേടോ ഒന്നുമില്ലാതെ വീണ്ടും ഞാൻ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് എന്തിനാണെന്ന് അറിയാമോ? നിന്റെ അനുജൻ അർജുനും ഭവാനിയും തമ്മിലുള്ള കല്യാണത്തെ മുടക്കാൻ വേണ്ടിയാ. എന്റെ അനിയന്റെ കല്യാണം തടയുന്നത് നീ ഈ വീട്ടിൽ കയറിയതുപോലെ അത്ര എളുപ്പമല്ല. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ കൊണ്ട് അത് കഴിയില്ല. ആദിത്യം നിന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഈ ഗെറ്റപ്പൊക്കെ മാറി നീ ഇവിടെ കിടന്ന് കറങ്ങുന്നത്. നീ ആരാണെന്നുള്ള കാര്യം ആദിത്യനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാനൊന്നും ചെയ്യാതെ തന്നെ നിന്റെ അനിയന്റെ കല്യാണം താനെ അങ്ങ് നിന്നോളും. അത് നീ മനസ്സിലാക്കിക്കോ. ഭവാനിക്കും എന്റെ മോനും തമ്മിലുള്ള കല്യാണം നടത്തിത്തരാന്ന് പറഞ്ഞ് നീ എനിക്ക് വാക്ക് തന്നിട്ട് എന്നെ അങ്ങ് ചതിച്ചു. നീ എന്നോട് ചെയ്ത തെറ്റിന് പ്രതികാരം ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര പാവവും അല്ല, അത്ര വലിയ നല്ലവനും അല്ല. എന്താ ഭീഷണിയാണോ? നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞതാ. ഞാൻ കളിക്കാൻ പോകുന്ന കളികൾ കാണാൻ നീ റെഡിയായിരുന്നോ? എന്താ നീ എന്ത് ചെയ്താലും അതൊക്കെ നോക്കി കയ്യും കെട്ടി നിൽക്കാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല. നീ പ്രാന്തി അല്ലാത്തത് കൊണ്ടാണ് നിനക്ക് പ്രാന്ത് പിടിക്കുന്നത് പോലത്തെ പ്ലാൻ ഞാൻ ചെയ്തിരിക്കുന്നത്. ജാതകപ്രകാരം നിന്റെ അനുജൻ കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസം തന്നെ ചത്തുപോവല്ലോ. കല്യാണത്തിന് ശേഷമല്ല അവന് മരണം. കല്യാണത്തിന് മുമ്പ് തന്നെ എന്റെ രൂപത്തിൽ ഈ വീട്ടിൽ അവന്റെ കാലൻ അവതരിച്ചു. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, എങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊന്നും നിനക്ക് തലകുത്തി നിന്നാ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒന്നോർത്തോ, കല്യാണം മാത്രം നടക്കില്ല. ഭയപ്പെടുത്തിയ ഞാൻ അപ്പൊ തന്നെ പേടിച്ചോടുന്ന പെണ്ണാണെന്ന് കരുതിയോ നീ? നിന്നെ പോലെ എത്ര എണ്ണത്തിനെ കണ്ടതായി ഞാൻ. അയ്യോ അയ്യോന്ന് വിളിക്കാൻ വരട്ടെ. നിങ്ങളുടെ കണ്ണ് തള്ളുന്ന തരത്തില് എന്റെ അനിയന്റെ ഭവാനിയുടെ കല്യാണം ഞാൻ നിങ്ങളുടെ മുന്നേ വെച്ച് തന്നെ നടത്തും. കാണിക്ക്. നീ തോക്കുപയോഗിച്ചെല്ലാം നേടിയെടുക്കും, പക്ഷേ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ചെല്ലാം നേടിയെടുക്കും. നീ വിചാരിച്ചതൊന്നും ഒരിക്കലും നടക്കില്ല, നടക്കാൻ ഞാൻ വിടില്ല. ഓർത്തു വെച്ചോ. ഈ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവൻ ഇത്ര ധൈര്യത്തോടെ സംസാരിക്കണമെങ്കിൽ അവനെന്തോ വലിയ പ്ലാനുമായിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇവൻ എന്താ ചെയ്യേണ്ടത്? അർജുന്റെ ഭവാനിയുടെ കല്യാണം എങ്ങനെ നടത്തും?
പ്രഭു, അങ്ങ് മനസ്സുകൊണ്ട് സംസാരിച്ച എന്റെ മനസ്സ് കേൾക്കുമെന്ന് പറഞ്ഞതല്ലേ? എനിക്ക് വേണ്ടി അങ്ങ് ദിനവും മുല്ലപ്പൂ കൊണ്ടുവന്നിരുന്നില്ലേ? ഏയ് മല്ലി, മല്ലി നിക്ക്, മല്ലി. എന്നോട് എന്തെങ്കിലും പറയാനുള്ളപ്പോഴൊക്കെ എന്നെ അങ്ങ് അവിടെയുള്ള മുല്ലപ്പൂ തോട്ടത്തിൽ കൊണ്ടുപോകില്ലായിരുന്നോ? നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും അങ്ങനെയല്ല ആ മുല്ലപ്പൂ തോട്ടത്തിലായിരുന്നില്ലേ പ്രഭു? ദൂരെ ദൂരെ മുഖം ഈരന്നിലാവിലാകെയും മാതളപ്പൂമണം നനയുമീ വനികയിൽ തളിരിടും നീലതികയിൽ എനിക്ക് മുല്ലപ്പൂ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങേക്ക് പകരം ഇന്ന് ഞാൻ പോയി മുല്ലപ്പൂ ശേഖരിച്ചത്. ഈ മുല്ലപ്പൂവിന്റെ ഗന്ധം ലഭിക്കുമ്പോ നമ്മുടെ മധുരമേറിയ ഓർമ്മകൾ അങ്ങേക്ക് ഓർമ്മയിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഓർമ്മയിൽ വന്നിട്ടെങ്കിലും കണ്ണു തുറന്ന് നോക്കുമെന്ന ആഗ്രഹത്തിൽ ഈ മുല്ലപ്പൂ അങ്ങേക്കായി ഞാൻ കൊണ്ടുവന്നു. ഒരു തവണയെങ്കിലും കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്ക് പ്രഭു. എന്റെ പ്രാണൻ അങ്ങയാണെന്ന് അറിഞ്ഞിട്ട് കൂടി എന്നെ നോക്കാതെ എങ്ങനെ ഇരിക്കാൻ എങ്ങനെ കഴിയുന്ന പ്രഭു? അങ്ങയുടെ പ്രണയം, അങ്ങയുടെ ജീവൻ, നമ്മുടെ ജീവിതം എല്ലാം ഞാനല്ലേ? അതുകൊണ്ട് അങ്ങയുടെ ജീവൻ എങ്ങനെയും ഞാൻ രക്ഷിക്കും. മോളെ നാഗിനി, പനീന്ദ്രനാണ് നിനക്കെല്ലാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള നിന്റെ പ്രഭുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞങ്ങൾക്കൊക്കെ വളരെ സങ്കടമുണ്ട് മോളെ. നിന്റെ വേദന ഞങ്ങൾക്ക് മനസ്സിലാകും മോളെ. പക്ഷേ ഞാനിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്. അതെന്ത് കാര്യമാണ് ഗുരു? മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരഭാഗങ്ങളായ നാഡീവ്യൂഹം, അസ്ഥികൾ അങ്ങനെ എല്ലാം അലിഞ്ഞലിഞ്ഞ് മണ്ണോട് മണ്ണായി ചേരുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ നാഗകുലത്തിന് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കുലത്തിൽ ഒരു നാഗം മരിച്ചാൽ ആദ്യം ശരീരത്തിലുള്ള മുഴുവൻ രക്തവും ആവിയായി പോകും. നമ്മുടെ ശരീരത്തിലെ അവസാനത്തുള്ള രക്തവും ആവിയായതിനു ശേഷം മാത്രമേ നമ്മുടെ ശരീരവും മറ്റ് ശരീരങ്ങളെ പോലെ മണ്ണോട് മണ്ണായി ചേരുമോളെ. ഇപ്പൊ നീ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നാഗിനി. പറയൂ ഗുരുവേ. പ്രതികാരം ചെയ്യണമെന്നുള്ള നിന്റെ ബലമായ ആഗ്രഹം കൊണ്ടാണ് മരണപ്പെട്ടുപോയ പനീന്ദ്രന്റെ ആത്മാവിനെ ഇപ്പോഴും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അത് നീ മറക്കരുത്. പനീന്ദ്രന്റെ ശരീരത്തിലിരിക്കുന്ന മുഴുവൻ രക്തവും ആവിയായി പോകുന്നതിന് മുൻപ് പനീന്ദ്രനെ കൊന്നവനെ നീ കൊല്ലണം. അവന്റെ ജീവനെടുത്തതിന് ശേഷം മാത്രമേ നിന്റെ പക കെട്ടടങ്ങി പനീന്ദ്രന് ജീവൻ തിരിച്ചു കിട്ടൂ.
പനീന്ദ്രന്റെ ശരീരത്തിൽ അവസാനത്തുള്ള രക്തം ആവിയതിനു ശേഷം നീ പ്രതികാരം ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ പനീന്ദ്രൻ ജീവിച്ചു വരില്ല. ഇല്ല ഗുരു, എന്റെ പ്രഭുവിനെ ഈ അവസ്ഥയിലാക്കിയവന് ഞാൻ വെറുതെ വിടില്ല. എന്റെ പ്രഭുവിന്റെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് മുന്നേ തന്നെ അവനെ ഞാൻ വധിച്ചിരിക്കും. എന്റെ പ്രഭുവിന്റെ ജീവനാ എനിക്ക് വലുത്. അവനെ ഞാൻ വധിച്ചിരിക്കും. വെറുതെ വിടില്ല ഞാൻ അവനെ. എവിടെയായാലും തേടി പിടിച്ച് ഞാൻ അവനെ വധിച്ചിരിക്കും. അല്ല, ജോത്സ്യരെ, എന്ത് പറ്റി ജോത്സ്യരെ? ഈ പയ്യന്റെ ജാതകം മുഴുവൻ ദോഷമാണമ്മേ. എന്താ കല്യാണം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞത്? പറയൂ ജോത്സ്യരെ. ജാതകപ്രകാരം കല്യാണത്തിന്റെ 3-ാം നാൾ ഈ പയ്യൻ മരിച്ചു പോവും അമ്മേ. ഞാൻ അർജുനെ മാത്രമേ വിവാഹം കഴിക്കൂ. എനിക്ക് നിന്നോട് തോന്നിയ സ്നേഹം എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അതിന് മരണം ഉണ്ടാവില്ല. കല്യാണത്തിന് ശേഷം നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാനിപ്പോ തന്നെ ജീവിതം അവസാനിപ്പിക്കും അർജുൻ. നീ എന്ന് പറഞ്ഞ എനിക്ക് ജീവനാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അർജുൻ, ഒരിക്കലും പറ്റില്ല.